നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാധീനം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം തൃക്കേട്ട നക്ഷത്രക്കാരുടെ മുൻജന്മ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഇന്ന് പറയുന്നത്. തൃക്കേട്ട നക്ഷത്രക്കാരുടെ മുൻജന്മ രഹസ്യങ്ങൾ എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ ജന്മത്തിൽ തൃക്കേട്ട നക്ഷത്രക്കാർ ആരായിരുന്നു? ഇവരുടെ പൂർവജന്മ രഹസ്യം എന്താണ്? ഈ വീഡിയോ വിശ്വാസികൾക്കുള്ളതാണ്. അവിശ്വാസികൾ ഇത് കാണണം എന്നില്ല. കാരണം ഈ വീഡിയോ അന്ധവിശ്വാസം പ്രചരിപ്പിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല. ഭാരതീയ ജ്യോതിഷത്തിൽ പൂർവജന്മത്തെ പറ്റി പറയുന്നുണ്ട്. അപ്പോ ഭാരതീയ ജ്യോതിഷം ഒരാളുടെ പൂർവജന്മത്തെ പറ്റി പറയുന്ന കാര്യങ്ങളാണ് ഞാനും ഇവിടെ സൂചിപ്പിക്കുന്നത്. 19-ാം നൂറ്റാണ്ടിലെ ഗ്രന്ഥങ്ങളിലും പാരമ്പര്യ ജ്യോതിഷ ഗ്രന്ഥങ്ങളിലും പൂർവജന്മങ്ങൾ പറയുന്നുണ്ട്. പൂർവജന്മത്തെ പറ്റി വിശദമായി തന്നെ അതിൽ പറയുന്നുണ്ട്. ആചാര്യന്മാർ പറയുന്ന കാര്യമാണ്. അപ്പോൾ ഈ എങ്ങനെ നമ്മൾക്ക് ഒരാളുടെ പൂർവ്വജന്മം കണ്ടുപിടിക്കാം? അത് ജ്യോതിഷത്തിലുള്ള ചില കാര്യങ്ങളാണ്. അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു ചെറിയ വിവരം പറഞ്ഞുകൊണ്ട് ഞാൻ തൃക്കേട്ട നക്ഷത്രക്കാരുടെ പൂർവ്വജന്മത്തെ പറ്റി പറയാം. അത് ഒരാളുടെ ജാതകത്തിൽ 5-ാം ഭാവം കൊണ്ടും അതുപോലെ തന്നെ 9-ാം ഭാവം കൊണ്ടും 12-ാം ഭാവം കൊണ്ടും ഒരാളുടെ മുൻജന്മ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഇതൊരു സാമാന്യമായ ഫലമാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇത് പൂർണ്ണമാവണമെന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെയും ജാതകം കൂടി ഒന്ന് പരിശോധിക്കണം. മനസ്സിലായ? ഇത് തൃക്കേട്ട നക്ഷത്രക്കാരുടെ സാമാന്യമായിട്ടുള്ള മുൻജന്മ ഫലം. ഓരോരുത്തരും ഈ തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച ഓരോരുത്തർക്കും ഓരോരോ ജന്മലഗ്നങ്ങളുണ്ട്, ഇല്ലേ? ഓരോരുത്തരും ഓരോ സമയത്തിൽ ജനിക്കുന്നത്. അപ്പൊ ലഗ്നങ്ങൾ മാറി മാറി വരും. അപ്പൊ അതുകൊണ്ട് അവരുടെ ഭാവങ്ങൾ മാറും. അപ്പോൾ അവരുടെ 9-ാം ഭാവം കൊണ്ടും 5-ാം ഭാവം കൊണ്ടും ഒക്കെ 12-ാം ഭാവം കൊണ്ടും ഗണിക്കേണ്ടി വരും, ഇല്ലേ? അപ്പൊ ഇത് ഒരു സാമാന്യ ഫലമായിട്ട് കണ്ടാൽ മതി. കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഓരോ വ്യക്തികളും അവരുടെ ജാതകം കൂടി ഒത്തുനോക്കിയാലേ അത് പൂർണ്ണമാവുകയുള്ളൂ. അപ്പോ അതുകൂടാതെ ഓരോ ജാതകത്തിലും വേഴത്തിന്റെയും കേതുവിന്റെയും ഒക്കെ ഗ്രഹസ്ഥിതി ഒന്ന് നല്ല പോലെ മനസ്സിലാക്കണം. അതും കൂടി ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമാണ്. സർവേശ്വരകാരകനായ വേഴം എവിടെയാണ് നിൽക്കുന്നത് എന്നും കൂടിയൊക്കെ ആലോചിക്കേണ്ടതാണ്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് മുഴുവനായി കണ്ടാലേ നിങ്ങൾക്ക് ഇതിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നുള്ളൂ. അതുകൂടാതെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്താൽ അത് മറ്റുള്ളവരിലേക്ക് എത്തും. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ എത്തിയെന്നും വരും. അപ്പൊ ഇങ്ങനെ ചെയ്താൽ വളരെ നല്ലതാണ് എന്റെ ചാനലിൽ. അപ്പൊ ഇനി വിഷയത്തിലേക്ക് ഞാൻ കടക്കാം. അധികാരവും ബുദ്ധിയും നിറഞ്ഞ ഒരു നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രം. മനസ്സിലായോ? ഇന്ദ്രന്റെ അനുഗ്രഹമുള്ള നക്ഷത്രമാണിത്. ഈ നക്ഷത്രക്കാര് ഇവർ കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു എന്നാണ് നമ്മുടെ വിഷയം. ബുധൻ അധിപനായ ഈ നക്ഷത്രത്തിന്റെ ദേവത ദേവേന്ദ്രനാണ്. ഇത് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രമാണ്. ഈ തൃക്കേട്ട നക്ഷത്രം വൃശ്ചികക്കൂറിലാണ് വരുന്നത്. ഇവർക്ക് അസാമാന്യമായ കാര്യശേഷിയും നേതൃത്വപാഠവുമുള്ള ഒരു നക്ഷത്രമാണ് ഈ തൃക്കേട്ട നക്ഷത്രം. ഇവർ മുൻജന്മത്തിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിരുന്ന ഒരു വലിയ കുടുംബത്തെയോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെയോ സംരക്ഷിച്ചിരുന്നവരായിരിക്കാൻ സാധ്യത കൂടുതലാണ്. മനസ്സിലായ? അതായത് ഇവര് ഒരു വലിയ ഉത്തരവാദിത്വമൊക്കെ ഏറ്റെടുത്തിരുന്ന ആൾക്കാരാണ് മുൻജന്മത്തിൽ.
ഇവർക്ക് ആരെയും നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്. അതായത് ഒരു കമാൻഡിങ് പവറുള്ള ഒരു നക്ഷത്രമാണ് ഈ തൃക്കേട്ട നക്ഷത്രം. അത് ഇവർക്ക് കിട്ടുന്നത് അവരുടെ മുൻജന്മ കർമ്മഫലം കൂടി ആണ്. അതായത് ആരെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ്, ഒരു പ്രത്യേക കഴിവ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത്, ഇവർക്ക് അത് മുൻജന്മത്തിൽ നിന്നും കിട്ടിയിട്ടുള്ള ഒരു കഴിവാണത്. ഇവരുടെ 5ാം ഭാവം കൊണ്ട് ചിന്തിച്ചാൽ, ഈ 5ാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മീനൻ രാശിയാണ്. അത് വൃശ്ചികൻ രാശിയുടെ 5ാം ഭാവം മീനൻ രാശിയാണ്. മറ്റുള്ളവർക്ക് നേർവഴി കാട്ടിക്കൊടുത്ത പുണ്യം ചെയ്തവരായിരുന്നു ഇവർ കഴിഞ്ഞ ജന്മത്തിൽ. 5ാം ഭാവം കൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ, അതായത് മറ്റുള്ളവർക്ക് നേർവഴിയൊക്കെ അവർ നല്ല വിധത്തിൽ മുന്നോട്ട് നയിച്ചിട്ടുള്ള ഒരു വ്യക്തികളായിരുന്നു ഈ കഴിഞ്ഞ ജന്മത്തിൽ ഇവർ. 5ാം ഭാവം കൊണ്ട് ചിന്തിച്ചാൽ ആത്മീയതയും തത്വചിന്തയും ഇവരിലുണ്ടായിരുന്നു. കാരണം 5ാം ഭാവം എന്ന് പറഞ്ഞാൽ മീനൻ രാശിയല്ലേ. അപ്പൊ മീനൻ രാശി വേഴത്തിന്റെ രാശിയല്ലേ, ഇല്ലേ? അപ്പൊ അവിടെ ആത്മീയമായ ചിന്തകളും തത്വചിന്തകളും ഒക്കെ വരികയും ചെയ്യും. ഇവരുടെ 9ാം ഭാവം കൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ അത് കർക്കിടകമാണ്. മുൻജന്മത്തിൽ ഇവർ കുടുംബത്തിലെ ഒരു കാരണവരായിരുന്നവരോ അല്ലെങ്കിൽ അവരുടെ അനുഗ്രഹ ആയുസ്സുകൾ കിട്ടി ജീവിച്ചിരുന്നവരോ ആയിരിക്കാം. അതുകൂടാതെ ഇവർക്ക് മുൻജന്മത്തിൽ ഒന്നിൽ കൂടുതൽ ഗ്രഹങ്ങൾ ഉള്ളവരായിരുന്നു എന്ന് വേണമെങ്കിൽ അനുമാനിക്കാൻ സാധിക്കും. അതുകൂടാതെ ഇവർ മുൻജന്മത്തിൽ മാതാപിതാക്കളെ നല്ല വിധത്തിൽ സംരക്ഷിച്ചിരുന്നവരായിരുന്നു എന്നും പറയാൻ പറ്റും. അപ്പൊ കഴിഞ്ഞ ജന്മത്തിൽ 9ാം ഭാവം കൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇവർ കഴിഞ്ഞ ജന്മത്തിൽ ഒന്നിലധികം വീടുകളുടെ ഉടമസ്ഥരും അതുപോലെ തന്നെ ഒരു കാരണവരോ അല്ലെങ്കിൽ കാരണവന്മാരുടെ അനുഗ്രഹം കിട്ടി ജീവിച്ചിരുന്നവരോ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ മാതാപിതാക്കളെ സംരക്ഷിച്ചിരുന്നവരോ ആകാൻ സാധ്യത കൂടുതലാണ്. ഇനി ഇവരുടെ 12ാം ഭാവം, അത് മോക്ഷത്തിന്റെ ഭാവമാണ്. 12ാം ഭാവം കൊണ്ട് ചിന്തിച്ചാൽ അത് തുലാൻ രാശിയാണ്. ഇവർ കഴിഞ്ഞ ജന്മത്തിൽ നീതിയും ധർമ്മവും നടപ്പിലാക്കാൻ കഴിഞ്ഞിരുന്നവരാണ്. ധർമ്മവും നീതിയും ഒക്കെ ഇവര് നല്ല വിധത്തിൽ നടപ്പിലാക്കിയിരുന്നവരാണ്. സമൂഹത്തിന്റെ പ്രീതി കിട്ടിയിരുന്നവരുമായിരുന്നു ഇവർ. സമൂഹത്തിന്റെ നല്ല പ്രീതി ഇവർക്കുണ്ടായിരുന്നു കഴിഞ്ഞ ജന്മത്തിൽ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു കുടുംബകാരണവർ, കുടുംബത്തെ സംരക്ഷിച്ചിരുന്നവർ, നല്ല അറിവ് നേടിയിരുന്നവരും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നവരുമായിരുന്നു ഇവർ. ശത്രുക്കളെ അതിജീവിച്ച് മുൻപിലെത്താൻ ഇവർക്ക് അസാമാന്യമായ ഒരു കഴിവ് തന്നെയുണ്ട്. ഈ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ശത്രുക്കളെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവുണ്ട്. ഈ കഴിവ് അവർക്ക് മുൻജന്മ ഫലമായി കിട്ടിയിട്ടുള്ള ഒരു കഴിവാണ്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ അതായത് ഈ തൃക്കേട്ട നക്ഷത്രക്കാരുടെ മുൻജന്മത്തിൽ ഇവർ നല്ല വിധത്തിൽ ജീവിച്ചിരുന്നവരായിരുന്നു എന്ന് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ പറയാം. വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.